കേരള പോലീസിനും വനിതാ കമ്മീഷനും മുന്നിലെത്തുന്ന ഗാർഹിക പീഡന പരാതികളുടെ എണ്ണം പെരുകുകയാണ്. ഭർതൃവീട്ടിൽ കൊടിയ പീഡനങ്ങൾ നിരന്തരം അനുഭവിക്കുന്നു എന്നറിഞ്ഞിട്ടും എല്ലാം സഹിച്ച് അവിടെ തുടരാൻ പറയുന്ന സ്ത്രീകളുടെ രക്ഷിതാക്കൾ കൊലപാതകത്തിനോ ആത്മഹത്യക്കോ ശേഷം പരാതിയുമായി ഓടി നടക്കുന്ന കാഴ്ചയും പതിവായിരിക്കുന്നു. ഭർതൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ വെച്ച് ജീവനൊടുക്കിയ വിഭജിക അതുല്യ, കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച കണ്ണൂരിലെ റീമ, കൊല്ലത്തെ വിസ്മയ. പിന്നിലേക്ക് പോയാൽ സമാനമായ കേസുകളുടെയും മരണങ്ങളുടെയും നീണ്ട നിര തന്നെയുണ്ട്. അഞ്ചു വർഷത്തിനിടെ ഭർത്താവിന്റെ ബന്ധുക്കളുടെയോ ആക്രമണം നേരിട്ടതുമായി ബന്ധപ്പെട്ട് 25,000-ലധികം പരാതികളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഗാർഹിക പീഡന പരാതികളുടെ എണ്ണം 2021 മുതൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പീഡനം സഹിക്കാതെ നിയമപരമായി വഴി തേടുന്നു എന്നതിന്റെ തെളിവായും ഇതിനെ കാണാം. 2016-ൽ 3,500-ഓളം ഗാർഹിക പീഡന പരാതികൾ പോലീസിന് മുന്നിലെത്തി. 2017 മുതൽ 2020 വരെയുള്ള 3 വർഷം പരാതികളുടെ എണ്ണം 3,000-ൽ താഴെയായി. എന്നാൽ 2021 മുതൽ പരാതികളുടെ എണ്ണം കുതിച്ചുയരുകയായിരുന്നു. 2021 മുതൽ 24 വരെ 5,000-നടുത്ത് ഗാർഹിക പീഡന പരാതികളാണ് പോലീസിന് മുന്നിലെത്തിയത്. വീടിനുള്ളിലെ അതിക്രമത്തിന്റെ നേരനുഭവങ്ങളാണ് പരാതികളിലേറെയും. വനിതാ കമ്മീഷന് മുന്നിൽ ഈ വർഷം ജനുവരി 1-നും ജൂലൈ 27-നുമിടയിൽ 72 പരാതികളാണ് എത്തിയത്. കമ്മീഷന് മുന്നിലെത്തിയ പരാതികളിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഏറ്റവും കുറവ് പരാതികൾ റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട, വയനാട് ജില്ലകളിലാണ്. നിയമവഴി തെരഞ്ഞെടുക്കാതെ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവരുടെ എണ്ണം എത്രയാണെന്നുള്ളത് കണക്കുകൾക്ക് പുറത്താണ്. പലരും കൊല്ലപ്പെടുകയോ ജീവനൊടുക്കുകയോ ചെയ്യുമ്പോൾ മാത്രം അവരുടെ രക്ഷിതാക്കൾ പോലീസിനെ സമീപിക്കും. ഏറ്റവും ഒടുവിൽ വാർത്തകളിലൂടെ നാടറിഞ്ഞ ഗാർഹിക പീഡനങ്ങളിൽ വിഭജികയുടെയോ അതുല്യയുടെയോ വിസ്മയയുടെയോ പരാതികൾ ഒരു നിയമ സംവിധാനത്തിന് മുന്നിലും എത്തിയിരുന്നില്ല. കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച റീമയാകട്ടെ മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവിടുത്തെ നിയമങ്ങൾ മാറാതെ ഒരു പെണ്ണിനും നീതി കിട്ടില്ല. എല്ലാവരെയും സംരക്ഷിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരെ കൊലയ്ക്ക് കൊടുക്കുന്ന നിയമം. ഇതാണ് റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ അവസാനത്തെ വരി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.